180 അതിൽ കൂടുതലോ വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പള്ളി മമ്പ്രം തങ്ങള് ഈ കുതിരപ്പുറത്ത് പൊന്നാനിയിൽ നിന്ന് മമ്പ്രത്തേക്ക് പോകുമ്പോൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. 16 ആള് കൂടിയിട്ട് കയറ്റിയ പള്ളിയാണത്. 1000-ലേറെ വീടുകൾ താമസിക്കുന്ന ഒരു മഹലാണത്. ഒരു ഇടവകായ എന്നൊക്കെ പറയല്ലോ, അതേപോലെ ഒരു മഹലാണത്. ഈ മൈലാഞ്ചി വെക്കുന്നത് മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിം സംസ്കാര പ്രകാരം മൈലാഞ്ചിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ ഒഴിച്ചിടാന്ന് മാത്രമല്ല, അതിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. ഒരുപാട് ആളുകളെ കാണുന്ന അല്ലേലോ നമ്മള് ജീവിച്ചിരിക്കുന്ന ആളുകളല്ല, മരിച്ചവരായിട്ട് കുറച്ച് സമയം സമ്പർക്കം പുലർത്തുന്ന നല്ലതാ. കാരണം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണല്ലോ, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തുന്ന നല്ലതാ. 180 അതിൽ കൂടുതലോ വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചത് വീടാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ സ്ട്രക്ചറിലാണ് പണിതേക്കുന്നത്. അപ്പോൾ മുസ്ലിം പള്ളിയിൽ സാധാരണ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കണ്ടില്ല. അങ്ങനെ ഞാൻ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കളരി നടത്തുന്ന ഗുരുക്കളാണ്. പള്ളിയോട് ചേർന്നുള്ള വീട്, ആദ്യത്തെ വീട് എൻ്റെ വീട്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് ഗുരുക്കൾ പറഞ്ഞത് പള്ളിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നടന്നു പോയപ്പോൾ ഈ ഖബർസ്ഥാൻ കണ്ടു. ഖബർസ്ഥാൻ കണ്ടപ്പോൾ ഞാൻ അപ്പൊ അങ്ങനെ ഖബർസ്ഥാൻ ഇങ്ങനെ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇല്ലല്ലോ, പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയോട് അല്ലാത്തതുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരെണ്ണം കണ്ട് ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ പള്ളി ഇതല്ല, ഇതാണ്. ഇതിനേക്കാളും പഴക്കമുള്ള പള്ളി ഇതാണ്. ഈ പള്ളി മമ്പ്രം തങ്ങള് ഈ കുതിരപ്പുറത്ത് പൊന്നാനിയിൽ നിന്ന് മമ്പ്രത്തേക്ക് പോകുമ്പോൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ മൊത്തം 5 ഏക്കർ സ്ഥലം താഴത്തേതിൽക്കാരെന്ന് പറഞ്ഞൊരു തറവാട്ടുകാരുടെയാണ്. അപ്പോൾ മമ്പ്രം തങ്ങൾ പറഞ്ഞത് അവരോട്, നമുക്ക് ഈ ഭാഗത്തൊരു പള്ളി വേണ്ടേ, ജുമാസ്കരിക്കാൻ പള്ളി വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ താഴത്തേക്കാർ മാത്രം സ്വന്തം ചെലവിൽ കയറ്റിയ പള്ളിയാണ് ഇത്. അവരുടെ സ്ഥലമാണ് ഇത്, മൊത്തം അവരുടെ സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെ അവരുടെ സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നാട്ടുകാരെന്ത് ചെയ്തു, ഈ പിന്നെ 16 ആള് കൂടിയിട്ട് കയറ്റിയ പള്ളിയാണത്. അങ്ങനെയാണ് ഇതിന്റെ ചരിത്രം. ഇതാ ഈ കാണുന്ന പള്ളിയാണ്. ഈ ബിൽഡിംഗ് ബിൽഡിംഗ് അല്ല, അതിന്റെ ഫ്രണ്ട് നമുക്ക് കണ്ടാൽ പള്ളി, അത് നമ്മൾ ബാക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. അതിന്റെ ശരിക്കും ജുമാ നമസ്കാരം നടത്തുന്ന ജുമാഅത്ത് പള്ളി ഇതാണ്. ഇതില് നമസ്കാരം മാത്രമേ ഉള്ളൂ. ചെറിയ പള്ളിയാണ്, അതിനകത്ത് എല്ലാ സൗകര്യം, അതൊരു പള്ളിയുടെ എല്ലാ സംഗതികളും ഒത്തിരിയാണ് ഈ പള്ളി ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇപ്പം ഞാൻ മോളോട് സംസാരിച്ചപ്പോ പറഞ്ഞു പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആർക്കിടെക്ചർ അത് അതിനകത്ത് നല്ല കൊത്തുപണിയും മരപ്പണിയൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്താതെയാണ് അത് വീണ്ടും പുനരുദ്ധാരണം ചെയ്തത്. ഇപ്പൊ അതിന്റെ അകത്തൊക്കെ പഴമ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ? ഇവിടുന്ന് നമുക്ക് കാണാലോ. ഇതിപ്പോ ഇത് ഈ പറഞ്ഞ 5 ഏക്കർ മൊത്തം സ്ഥലം ഖബർസ്ഥാനും 2 പള്ളിയുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ കളരി സ്ഥാപിച്ച്, ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അല്ലേ, ആദ്യം ഇവിടെ കളരി സ്ഥാപിച്ച് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ട്രെയിനിങ് ചെയ്യുകയും സ്വന്തം മക്കളെ ആദ്യം പഠിപ്പിച്ചിറങ്ങി അവർക്ക് വേണ്ടി ട്രെയിനിങ് സെൻറ്റർ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം വന്ന് ഇപ്പോൾ ഒരുപാടുള്ളൊരു വലിയ സംഭവം. അദ്ദേഹത്തിന് തന്നെ അതിന് വലിയൊരു ഷെയ്ക്കാൻഡ് കൊടുക്കണം കേട്ടോ. പെൺകുട്ടികളെ ഇറക്കി, കാരണം അന്നത്തെ കാലത്തുനിന്ന് ഇന്ന് വരെ ഒരു വലിയ വിപ്ലവമാണ് നിങ്ങൾ നടത്തിയേക്കുന്നത്. അതിനൊക്കെ ഒരു വലിയ നിങ്ങൾക്കൊക്കെ പറയാൻ മാത്രമുള്ള കഥകളുണ്ട് ഇവിടെ. ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഈ പള്ളിയുടെ ഈ ഖബർസ്ഥാനില്ലേ, ഈ ഖബർസ്ഥാൻ നിങ്ങൾ എത്ര കുടുംബം അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അവിടെ മഹലാണത്. 1000-ലേറെ വീടുകൾ താമസിക്കുന്ന ഒരു മഹലാണത്. ഒരു ഇടവകായ എന്നൊക്കെ പറയല്ലോ, അതേപോലെ ഒരു മഹലാണത്. ഈ മഹലിൽ ഇത്രയും കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണോ? അങ്ങനെയില്ല. ഇവിടെ എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഖബർസ്ഥാനിലെ സ്ഥലം എവിടെയാണോ അവിടെ ആളെ മറവ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്ത്രീകളെ പൊതുവെ കയറ്റാറില്ലല്ലേ മുസ്ലിം പള്ളികളിൽ? അങ്ങനെ സ്ത്രീകള് വരാറില്ല, അവിടെ കയറ്റാറില്ല, വരാറില്ല. എന്നാൽ പിന്നെ ഇപ്പം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അവരെ ഉറ്റവരുടെവരൊക്കെ മരിച്ചിട്ട് നമ്മളെ അടുത്തൊക്കെ ഖബർസ്ഥാൻ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. മരിച്ച സ്ത്രീകളെ മാത്രമാണ് അവിടെ കയറ്റണത് അല്ലേ? അടക്കുന്ന സമയത്ത് അവര് വരും. ഇതാണ് ഇവിടുത്തെ പള്ളി അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതും ഈ പറഞ്ഞ നിങ്ങളുടെ നാടിന്റെ ഒരു വിപ്ലവത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ. അതെ, ഇതിൽ എടപ്പാളെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി, അതായത് മധ്യമേഖലയില് ഏറ്റവും കൂടുതൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് പൊന്നാനി. അതായത് ചെറിയ മക്ക എന്ന്, ഇവിടുന്ന് 7-8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പൊന്നാനിക്ക്. അപ്പൊ മുസിരീസ്, പിന്നെ കോഴിക്കോട്, പൊന്നാനി, കടപ്പുറം, ഇതെപ്പോഴും കൊടുങ്ങല്ലൂര്, ഇതൊക്കെ ബന്ധപ്പെട്ട് കൊച്ചി ഈ ഭാഗം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കച്ചവട ആവശ്യാർത്ഥം പിന്നെ ഗ്രീക്കുകാര്, അറബികള്, ചൈനക്കാര് ഇവരൊക്കെ വന്ന് ഇറങ്ങി അവരുടെ പിന്നെ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം ഇങ്ങോട്ട് വാങ്ങുകയും
നമ്മുടെ സംസ്കാരം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യം ഈ ഭാഗങ്ങൾക്ക്. അതിന് ശരിക്കും നമ്മൾ അവിടെ പോയാൽ അവരുടെ അടുത്ത് നമ്മുടെ സംസ്കാരം കാണാം. ഇവിടെ ശരിക്കും ചകഞ്ഞു നോക്കിയാൽ അവരുടെ സംസ്കാരം ഇവിടെയും കാണാം. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് പള്ളിയുടെ ഒരു ഇതല്ലേ. ഞാൻ മറ്റേ കൊടുങ്ങല്ലൂർ ജുമാ അല്ലേ, ചേരമാൻ മസ്ജിദ്, അതും ഈയിടെ പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം പണിത് വെച്ചേക്കുന്നത് ആദ്യത്തെ പള്ളി, ചെറിയ പള്ളി ഒരു മച്ച് പോലെയാണ്. ഇപ്പൊ ഇതിന്റെ മേലെ ഉണ്ട് ഒക്കെ കൊത്തുപണിയും ഈ അലങ്കാരപ്പണി ഇതൊക്കെ ആയിട്ട് പഴയ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിന്റെ ഈ കഴുക്കോല് സാധനങ്ങളൊക്കെ വീഴാറായിണ്ടായിരുന്നു. അപ്പൊ ഈ നൂതന സംവിധാനം വെച്ചിട്ട് അത് ഇങ്ങനെ വാർത്തിട്ട് പിന്നെ അതിന്റെ മേലെ ഓട് വിരിച്ച്, എന്നാൽ അകത്തുള്ള ഒരു കാര്യത്തിനും വ്യത്യാസം വരുത്തിയിട്ടില്ല. നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു പള്ളിയില് ഇതുപോലെ മറ്റേ അവര് തന്നെ ഈ പ്രളയ സമയത്തൊക്കെയും എല്ലാവരും അഭയം കൊടുത്തു. അന്ന് അത് ഇവിടെയൊക്കെ എല്ലാ പള്ളിയിലും മദ്രസയിലും ഒക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം അവർക്ക് അവിടെ ആർക്കും വരാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിക്ക് അകമൊക്കെ കണ്ടു, നിങ്ങൾ ഇരിക്കുന്നതും നിസ്കാരപ്പായൊക്കെ. ലൈഫിൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഒരു പുതിയൊരു ഒരാള് മരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഖബറായാല് ഇവിടെ ആര് ഇതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നു? അത് മരിച്ചു എന്ന് പറഞ്ഞാൽ മഹലിലെ ഒരു പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി, ഒരു ഖത്തീബ്, അതിന്റെ നടത്തിപ്പുകാരുണ്ടാവും. അവർക്ക് വിവരറിയിക്കും ഇന്ന വീട്ടിൽ ഇന്ന ആള് മരിച്ചു എന്ന് പറയും. അപ്പോൾ ഇത് ഖബർ കുഴിക്കുന്ന, അതായത് കുഴി കുഴിക്കുന്ന ആളുകൾക്ക് അവർ ഇൻഫോം ചെയ്യും. അവർ ആ മറവ് ചെയ്യുന്നത് ഇപ്പോൾ 4 മണിക്കാണെങ്കിൽ അവർ രാവിലെ വന്ന് 10 മണിക്ക് കുഴിയൊക്കെ റെഡിയാക്കി അതൊക്കെ ആയിട്ട് 4 മണിക്ക് അവരെയും കാത്തു നിൽക്കും. ഈ ബോഡി വരുന്നത് കാത്തു നിൽക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുക. അവർ എന്നിട്ട് മറവ് ചെയ്യും. അപ്പൊ ആ പള്ളി ഈ പള്ളിയിലും അങ്ങനെ 2 പള്ളി ഒരു തന്നെയാണ്. മുഖ്യമായ നമസ്കാരം പ്രയർ നടക്കുന്നത് അവിടെയാണ്. കാരണം എടപ്പാളങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കച്ചവടക്കാരുള്ള സ്ഥലമാണ്. പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ വാണിജ്യ കേന്ദ്രമായിട്ട് ഉള്ള സ്ഥലമായിരുന്നു എടപ്പാളങ്ങാടി. കാരണം മറ്റ് ഇവിടുത്തെ ശാഖകളായിട്ടുള്ള അയലക്കാട്, മറ്റേ ഈ മാണൂര് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഈ ചരക്ക് വണ്ടി, കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് ഇവിടുന്നാണ്. അപ്പോൾ എല്ലാവിധ കച്ചവടം ഇവിടെ. അപ്പോൾ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളതാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഇവിടെയൊക്കെ കച്ചവടക്കാർക്കൊക്കെ വന്ന് നമസ്കരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ആക്കിയിട്ടാണ് ഈ പള്ളികളും. ഈ ഒരു സംശയം കൂടെ, ഈ മൈലാഞ്ചി വെക്കുന്നത്, മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിം സംസ്കാര പ്രകാരം മൈലാഞ്ചിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു അടയാളത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ ഒഴിച്ചിടാന്ന് മാത്രമല്ല, അതിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. മൈലാഞ്ചി മുസ്ലിം സംസ്കാര പ്രകാരം അതിന് മൈലാഞ്ചി ഇടുക, ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീകളെ അഡ്രസ് അല്ലല്ല അങ്ങനൊന്നുമില്ല. മൈലാഞ്ചി അത് പുരുഷന്മാരുടെ കബർസ്ഥാനിലുള്ള സ്ത്രീകളെ കബർസ്ഥാനിലുണ്ടാവും. ഈ കബർസ്ഥാനിൽ ഈ വെച്ചേക്കുന്ന കല്ലിനല്ല ഒരേ രൂപമാണ്? അല്ല, അത് ഓരോ ഇപ്പൊ നമ്മൾ മാത്രം ഇവിടെ ഇപ്പോൾ ഗൾഫ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് വെക്കും. ചിലയിടത്ത് അടയാളമേ ഉണ്ടാവില്ല, സ്ഥലം ഇല്ലാതായി വരുമല്ലോ. അപ്പൊ അത് എന്റെ കബർസ്ഥാനാണെന്ന്, എന്റെ ആളുടെ കബർസ്ഥാനാണെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇനി ഒരു തലമുറ ഇനി അങ്ങനെ അത് ചെയ്യാം. അത് മാന്താൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല എന്നുള്ളത്. അതെ. പിന്നെ മുസ്ലിങ്ങള് പൊതുവെ അവരുടെ സംസ്കാര പ്രകാരം, അവരുടെ ഒരു മതാചാര പ്രകാരമുള്ള ആ മറവ് ചെയ്യലിനാണ് അവർ പ്രാധാന്യം കൊടുക്കുക. അതിന്റെ പേരിൽ തന്നെ എല്ലാ മുസ്ലിം ജമാഅത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മഹലിൽ പിന്നെ അവർക്ക് മറവ് ചെയ്യാനുള്ള സൗകര്യം അതെന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞേ, പണ്ടൊക്കെ എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്താണ്. അപ്പൊ നമ്മള് പള്ളിയുടെ ഏറ്റവും താഴെയാണ് നമ്മള് ശവക്കോട്ട നമ്മൾ വിളിക്കുന്നത്. അപ്പം അവിടെയൊക്കെ പകല് പോലും പോകാൻ പേടിയാ, ഭയങ്കര പേടിയാ. ചെറുതിൽ ഈ ഇരുട്ടൊക്കെ ഭയമുള്ളതുകൊണ്ടാ. ഖബർസ്ഥാനോട് അടുത്ത് നിൽക്കുന്നത് എന്റെ വീടാണ്. അപ്പൊ ഞാനിവിടെ ഈ വീട് വെക്കുമ്പം ഇവിടെ ഈ ഇടവഴിയൊക്കെ ചെറിയ ഇടവഴിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആളുകൾ തന്നെ പറയണേ, നീ എന്തിനാ അത്രയും പള്ളിയുടെ അടുത്ത് പോയിട്ട് പിന്നെ വീട് വെക്കുന്നത്, കുറച്ച് വിട്ട് വെച്ചുകൂടെ എന്നൊക്കെ പലവരും അഭിപ്രായം. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് പ്രശ്നക്കാരുള്ളൂ, മരിച്ചവരൊരു പ്രശ്നമില്ല. പേടിയില്ല. പക്ഷെ കണ്ടപ്പോ എന്റെ കണ്ണിങ്ങനെ മതിലൊക്കെ കുറെ വർഷം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയത്. കുട്ടികൾ ആദ്യമൊക്കെ പിന്നെ വന്നില്ല, പിന്നെ പറമ്പിൽ വന്ന് മുല്ലപ്പൂവൊക്കെ പറിക്കൽ തുടങ്ങി. ഇവിടെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാവും, ഒക്കെ പറിക്കൽ തുടങ്ങി. പിന്നെ അവർക്ക് ഭയം തീർന്നുള്ളത് മനസ്സിലായി. ഇത് കാണുമ്പോ നമുക്ക് ഒരുപാട് മനുഷ്യരുടെ അടുത്തേക്ക് ചെന്ന ഒരു ഫീൽ ഉണ്ട്, ഒരുപാട് ആളുകളെ കാണുന്ന ഒരു. അല്ലല്ലോ, നമ്മള് ജീവിച്ചിരിക്കുന്ന ആളുകളല്ല, മരിച്ചവരായിട്ട് കുറച്ച് സമയം സമ്പർക്കം പുലർത്തുന്നത് നല്ലതാ. കാരണം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണല്ലോ, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തുന്നത് നല്ലതാ. എന്റെ ഉപ്പാടെ ഖബർസ്ഥാനാണ് ആ കാണുന്നത്, പിന്നെ ഈ ഹിന്ദുമനയുടെ താഴെയുള്ളത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ നാട് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഈ പള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നോട് ഇത്രയും സംസാരിച്ചതിൽ ഭയങ്കര അധികം സന്തോഷം. താങ്ക് യു.